ബിൽഡിങ്സ് പല മെറ്റീരിയൽസിനെ കൊണ്ട് ഉണ്ടാക്കാം. മെയിൻലി നമ്മൾ സ്റ്റീല്, കോൺക്രീറ്റ് ഈ രണ്ട് മെറ്റീരിയലാണ് ഉപയോഗിക്കുന്നത്. ഒരു സ്റ്റീൽ സ്ട്രക്ചർ ബിൽഡിങ്ങിൽ നിങ്ങൾക്ക് കണക്ഷൻ കാണാൻ പറ്റും. 2 അല്ലെങ്കിൽ അതിൽ കൂടുതൽ മെമ്പേഴ്സ് ജോയിൻ ചെയ്യുന്ന സ്ഥലമാണിത്. ഈ കണക്ഷനിലൂടെയാണ് ഒരു മെമ്പർ മറ്റേ മെമ്പറിലേക്ക് ലോഡ് ട്രാൻസ്ഫർ ചെയ്യുന്നത്. ഇന്ന് നമ്മളുടെ വീഡിയോയിൽ കണക്ഷനെ കുറിച്ചാണ് പറയുന്നത്. ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് കണക്ഷൻ. നമസ്കാരം, ഞാൻ ശ്രീരാഗ് രവീന്ദ്രൻ. എൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. രണ്ട് സ്ട്രക്ചറൽ എലിമെന്റ്സ് ജോയിൻ ചെയ്യാനാണ് കണക്ഷൻ ഉപയോഗിക്കുന്നത്. ജനറലി 3 ടൈപ്പായിട്ടാണ് തിരിച്ചിരിക്കുന്നത്. 1 റിവറ്റഡ് കണക്ഷൻ, 2 ബോൾട്ടഡ്, 3 വെൽഡഡ് കണക്ഷൻ. ഇതിൻ്റെ അകത്ത് റിവറ്റഡ്, വെൽഡഡ് ഈ രണ്ട് സാധനവും പെർമനന്റ് കണക്ഷൻസ് ആണ്. ബോൾട്ടഡ് കണക്ഷൻ എന്ന് പറയുന്നത് ടെമ്പററി കണക്ഷൻ ആണ്. ഇത് നമുക്ക് റിമൂവ് ചെയ്തിട്ട് റീയൂസ് ചെയ്യാൻ പറ്റും. റിവറ്റും ബോൾട്ടഡും ഡിസൈൻ പ്രകാരം സെയിം ആണ്. അതിന്റെ മെറ്റീരിയൽ മാത്രമേ വ്യത്യാസമുള്ളൂ. ഇതൊരു ബോൾട്ട് ആയിട്ടാണ് വരിക, അതേപോലെ ഇത് റിവറ്റ് ആണ് വരിക. റിവറ്റിന്റെ പാർട്സ് ഒന്ന് അതിന്റെ ഹെഡാണ്, പിന്നെ ഷാങ്ക് ആണ്, പിന്നെ ടെയിലാണ്. 2 സ്ട്രക്ചറൽ എലിമെന്റ്സിനെ ലാപ്പ് ചെയ്തിട്ട് അതിൻ്റെ ഉള്ളിലേക്ക് റിവറ്റ് കയറ്റിയിട്ട് കംപ്രഷൻ ലോഡ് കൊടുക്കുമ്പോൾ അതൊരു കണക്ഷനായിട്ട് ആക്ട് ചെയ്യും. റിവറ്റഡ് ജോയിന്റ്സ് സാധാരണ ബ്രിഡ്ജിലൊക്കെ കാണാറുണ്ട്, സ്റ്റീൽ ബ്രിഡ്ജസിൽ. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ബിഫോർ സെറ്റിംഗ് എന്ന് പറയുന്നതാണ് ആദ്യത്തെ സ്റ്റേജ്. രണ്ടാമത് കംപ്രഷൻ ലോഡ് കൊടുത്തതിന് ശേഷം ആഫ്റ്റർ സെറ്റിംഗ് എന്ന് പറഞ്ഞിട്ട് ഈ ഡോട്ടഡ് ലൈൻ കാണിക്കുന്നതാണ് രണ്ടാമത്തെ സ്റ്റേജ് വരുന്നത്. ഒരു സെക്ഷൻ എടുക്കുകയാണെങ്കിൽ ഇങ്ങനെയാണ് ഏകദേശം റിവറ്റിനെ കാണാൻ പറ്റുക. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും, നമ്മളുടെ റിവറ്റും പ്ലേറ്റും തമ്മിൽ ചെറിയൊരു ഗ്യാപ്പ് അവിടെ കാണാം. കംപ്രഷൻ ലോഡ് ചെയ്യുമ്പോൾ ഈ ഗ്യാപ്പ് ഫില്ലാകുന്നതായിട്ട് നിങ്ങൾക്ക് കാണാം. ഇതാണ് നമ്മളുടെ ബോൾട്ടിന്റെ കേസ് വരുന്നത്. റിവറ്റ് പറഞ്ഞ പോലെ തന്നെയാണ് ഏകദേശം വരുന്നത്. ഇത് വെൽഡഡ് കണക്ഷൻ ആണ്. നമ്മൾ വെൽഡഡ് കണക്ഷൻ സാധാരണ കാണുന്നതാണ്. നമ്മുടെ സ്ട്രക്ചറൽ മെമ്പേഴ്സിന്റെ അറേഞ്ച്മെന്റ് പ്രകാരം കണക്ഷനെ ഡിഫറെന്റ് ടൈപ്പായിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. അതിൽ മെയിനായിട്ട് 2 എണ്ണമാണ് വരുന്നത്. ഒന്ന് ബഡ് ജോയിന്റ്, രണ്ടാമത്തത് ലാപ്പ് ജോയിന്റ്. ബഡ് ജോയിന്റ് ആണെങ്കിലും ലാപ്പ് ജോയിന്റ് ആണെങ്കിലും നമുക്ക് ഈ 3 കേസസും ഇവിടെ അപ്ലിക്കബിൾ ആണ്. റിവറ്റ്, ബോൾട്ട്, വെൽഡ്. എന്താണ് ബഡ് ജോയിന്റ്? നമ്മൾ 2 സ്ട്രക്ചറൽ എലിമെന്റ്സ് എടുത്തിട്ട് ജോയിൻ ചെയ്യുകയാണെങ്കിൽ, അത് ഇതേപോലെ ജോയിൻ ചെയ്യുകയാണെങ്കിൽ അതിനെ ബഡ് ജോയിന്റ് എന്നാണ് പറയുന്നത്. എ ബഡ് ജോയിന്റ് ഈസ് എ ടെക്നിക് ഇൻ വിച്ച് 2 pieces of a material are joined by simply placing their ends together without any special shaping. The name bud joint. അപ്പോൾ ഇത് ഇങ്ങനെ ജോയിൻ ചെയ്യണമെങ്കിൽ നമ്മൾക്ക് വെൽഡ് ഉപയോഗിക്കാം, അല്ലെങ്കിൽ നമ്മൾ പറഞ്ഞ പോലെ റിവറ്റോ ബോൾട്ടോ ഉപയോഗിക്കാം. അത് ഞാൻ കുറച്ച് സ്ലൈഡ്സിനപ്പുറത്ത് കാണിച്ചു തരാം. ഈ 2 സ്ട്രക്ചറൽ മെമ്പേഴ്സ് 2 സൈഡിൽ നിന്ന് ടെൻഷൻ, അതായത് പുള്ള് ചെയ്ത് കഴിഞ്ഞാൽ ഈ കണക്ഷൻ അല്ലെങ്കിൽ ജോയിന്റ് ഇളകി വരാൻ പാടില്ല. സോ ദ കണക്ഷൻ ഷുഡ് ബി സ്ട്രോങ് ഇനഫ് ടു വിത്ത്സ്റ്റാൻഡ് ദ ഫോഴ്സ്. ഈ ടെൻഷൻ ഫോഴ്സ് എടുക്കാൻ പാകത്തിലായിരിക്കണം നമ്മുടെ കണക്ഷന്റെ ഡിസൈൻ വരുന്നത്. ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, നമ്മൾ 2 ഫോഴ്സ് തമ്മിൽ ഒരു ലൈൻ വരക്കുകയാണെങ്കിൽ ആ ലൈൻ ഒരു സ്ട്രെയിറ്റ് ലൈനായിട്ട് പോകുന്നത് കാണാം. അപ്പോൾ ഈ ബഡ് ജോയിന്റിൽ ലൈൻ ഓഫ് ആക്ഷൻ എന്ന് പറയുന്നത് സെയിം ലൈൻ ആയിരിക്കും. ഇനി നമുക്ക് റിവറ്റ് ഓർ ബോൾട്ട് ആണ് വേണ്ടതെങ്കിൽ നമ്മൾ 2 സ്ട്രക്ചറൽ എലിമെന്റ്സിനെ അടുത്ത് കൊണ്ടുവന്നിട്ട് ഒരു കവർ പ്ലേറ്റ് വെച്ചിട്ട് 2 ബോൾട്ട് ചെയ്യാം, അല്ലെങ്കിൽ 2 റിവറ്റ് ചെയ്യാം. അപ്പോഴും ഇത് ബഡ് ജോയിന്റ് തന്നെയാണ്. കാരണം നമ്മളുടെ ഫോഴ്സ് വരുന്നത് ഇങ്ങനെയും ഇങ്ങനെയാണ്. അത് ഒരൊറ്റ ലൈനിലാണ് വരുന്നത്. ഇങ്ങനെയുള്ള കണക്ഷനെ നമ്മൾ സിംഗിൾ കവർ ബഡ് ജോയിന്റ് അല്ലെങ്കിൽ റിവറ്റ് ഓർ ബോൾ ജോയിന്റ് എന്ന് പറയും. കാരണം നിങ്ങൾ ഇവിടെ ഒരു കവറാണ് കാണുന്നത്. ഈ മുകളിലത്തെ പീസിനെ കവർ പ്ലേറ്റ് എന്ന് പറയാം. ഇത് 2 സ്ട്രക്ചറൽ മെമ്പേഴ്സ് ജോയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു എക്സ്ട്രാ കവർ പ്ലേറ്റ് കൊടുക്കുന്നതാണ്. ഇനി 2 കവർ പ്ലേറ്റ് എങ്ങനെ കൊടുക്കുക വെച്ചാൽ, ഇതേപോലെ കൊടുക്കുകയാണെങ്കിൽ അതിന് ഡബിൾ കവർ പ്ലേറ്റ് എന്നാണ് പറയാം. അതായത് ഇതിന്റെ പേര് വരുന്നത് ഡബിൾ കവർ ബട്ട് റിവറ്റ് ആവാം, ബോൾ ജോയിന്റ് ആവാം. അത് നമ്മൾ എന്താണ് മെറ്റീരിയൽ ഉപയോഗിക്കുന്നത് അനുസരിച്ചിരിക്കും. അപ്പൊ ഇതാണ് ഡബിൾ കവർ. 2 കവറാണ് നമുക്ക് ഇവിടെയുള്ളത്. അപ്പോൾ ഇത് സിംഗിൾ കവറിനെ അപേക്ഷിച്ചിട്ട് കൂടുതൽ ലോഡ് എടുക്കും. അതായത് നമ്മളിപ്പോൾ ഒരു ലോഡ് കൊടുക്കുകയാണെങ്കിൽ it will take more load. It has more load capacity than the single cover butt joint.
അപ്പോൾ ഇതാണ് ലാപ്പ് ജോയിന്റ്. ലാപ്പ് ജോയിന്റിൽ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ലൈൻ ഓഫ് ആക്ഷൻ വരക്കുകയാണെങ്കിൽ ഇത് നിങ്ങൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും, 2 ലൈനിലാണ് വരുന്നത്. അതായത് ഡിഫറെന്റ് ലൈനിലാണ് ലൈൻ ഓഫ് ആക്ഷൻ വരുന്നത്. നമ്മളെ ബഡ് ജോയിന്റിൽ സെയിം ലൈനിലായിരുന്നു വന്നത്. അതൊരു മേജർ ഡിഫറൻസ് ആണ്. അതേപോലെ ലാപ്പ് ജോയിന്റ് നമുക്ക് വെൽഡ് ചെയ്യാൻ പറ്റും. വെൽഡിങ് കൊടുക്കുന്നത് എവിടെയാണ്? ഇനി ലാപ്പ് ജോയിന്റിൽ നമുക്ക് റിവെറ്റ് അല്ലെങ്കിൽ ബോൾ കണക്ഷൻ കൊടുക്കുന്നത് ഇങ്ങനെയാണ്. ഇവിടെ കവർ പ്ലേറ്റിന്റെ ആവശ്യമില്ല. ലാപ്പ് ജോയിന്റും ബഡ് ജോയിന്റും നമ്മൾ ഗ്രാഫിക്കലി കാണിക്കുകയാണെങ്കിൽ അതിന്റെ പ്ലാൻ ആൻഡ് സെക്ഷൻ ഇങ്ങനെയാണ് വരുന്നത്. ഇത് താഴെയുള്ളത് ഇതിന്റെ സെക്ഷനും മുകളിലുള്ളത് ഇതിന്റെ പ്ലാൻ ടോപ്പ് വ്യൂ ആണ്. നമ്മളിപ്പോൾ പറഞ്ഞ ലാപ്പ് ജോയിന്റ് വരുന്നത് നോക്കുക, അതേപോലെ ബഡ് ജോയിന്റ് നോക്കുക. ബഡ് ജോയിന്റിൽ വേണമെങ്കിൽ നമുക്ക് ഇവിടെയും ഒരു പ്ലേറ്റ് കൊടുക്കാം, പക്ഷെ അതിനെ ഡബിൾ പ്ലേറ്റഡ് എന്ന് പറയും. അത് ഗ്രാഫിക്കലി കാണിക്കുകയാണെങ്കിൽ ഇങ്ങനെയാണ് വരിക. ഇത് ബഡ് ജോയിന്റിന്റെ 2 ടൈപ്സ് ആണ്. ഒന്ന് സിംഗിൾ സ്ട്രാപ്പ് ബഡ് ജോയിന്റും പിന്നെ ഒന്ന് ഡബിൾ സ്ട്രാപ്പ് ബഡ് ജോയിന്റും. ഈ സ്ട്രാപ്പ് എന്ന് പറയുന്നത് കവർ തന്നെയാണ്, കവർ പ്ലേറ്റ് തന്നെയാണ്. അത് പ്ലാനിൽ വരക്കുന്നത് ഒന്ന് ശ്രദ്ധിക്കണം. ഇതിൻ്റെ അകത്ത് കൂടുതൽ സ്ട്രെങ്ത് എടുക്കാൻ പറ്റുന്നത് ഡബിൾ സ്ട്രാപ്പ് ബഡ് ജോയിന്റ് ആണ് കമ്പയർ ടു സിംഗിൾ സ്ട്രാപ്പ്. ഇനി റിവിറ്റഡ് കണക്ഷൻ ആണെങ്കിൽ, അതിൻ്റെ അകത്ത് ലാപ്പ് ജോയിന്റ് ആണെങ്കിൽ ഇതിൻ്റെ അകത്ത് 2 സ്ട്രക്ചറൽ എലിമെന്റ്സ് ആണുള്ളത്. ഇവിടെ ഒരു പ്ലേറ്റിൽ എത്ര റോസ് ഓഫ് റിവറ്റ് ഉണ്ട് എന്നാണ് നോക്കുന്നത്. ഇവിടെ നമ്മൾക്ക് ഒരു റോ ആണ് കാണുന്നത്. സെക്ഷൻ നോക്കുമ്പോഴും ഒരു റോ ആണുള്ളത്. അതുകൊണ്ട് ഇതിനെ സിംഗിൾ റിവറ്റഡ് ലാപ്പ് ജോയിന്റ് എന്നാണ് പറയുന്നത്. ഇനി ഇതൊരു സ്ട്രക്ചറൽ എലിമെന്റ് ആണ്, ഇതും ഒരു സ്ട്രക്ചറൽ എലിമെന്റ് ആണ്. ഇവിടെ ഒരു സ്ട്രക്ചറൽ എലിമെന്റിൽ 2 റോ റിവറ്റ് ചെയ്യാം. അതേപോലെ സെക്ഷനിൽ നിങ്ങൾ നോക്കുകയാണെങ്കിൽ 2 എണ്ണാണ് കാണുന്നത്. അതുകൊണ്ട് അതിന്റെ പേര് ഡബിൾ റിവറ്റഡ് ലാപ്പ് ജോയിന്റ് എന്നാണ് പറയാം. ഇനി ബഡ് ജോയിന്റിലേക്ക് വരികയാണെങ്കിൽ സെയിം സംഭവം നമുക്ക് സിംഗിൾ റിവറ്റഡ് ബഡ് ജോയിന്റ് എന്ന് പറയാം. അതേപോലെ ഇവിടെ ഒരു പ്ലേറ്റ് ഇതാണ്, രണ്ടാമത്തെ പ്ലേറ്റ് ഇതാണ്. അങ്ങനെയാണെങ്കിൽ ഇവിടെ 2 ആണ് വരുന്നത്, ഇവിടെയും 2 ആണ് വരുന്നത്. ചുരുക്കി പറഞ്ഞാൽ ഇതിനെ ഡബിൾ റിവറ്റഡ് ബഡ് ജോയിന്റ് എന്നാണ് പറയാം. ഇപ്പോൾ ഇതിൻ്റെ അകത്ത് ഇതാണ് ആദ്യത്തെ പ്ലേറ്റ്, ഇതാണ് രണ്ടാമത്തെ പ്ലേറ്റ്. ഒരു പ്ലേറ്റിൽ വരുന്നത് 1 2 1 2, അതുകൊണ്ടാണ് ഡബിൾ റിവറ്റഡ്. ഇവിടെയാണെങ്കിൽ ഇവിടെയാണ് ഒരു പ്ലേറ്റ് വരുന്നത്, ഇവിടെ സെക്കൻഡ് പ്ലേറ്റ് ആണ് വരുന്നത്. അപ്പോൾ ഇവിടെ 1 ആണ്, ഇവിടെയും 1 ആണ്. അപ്പോൾ അതുകൊണ്ടാണ് സിംഗിൾ റിവറ്റഡ് ബഡ് ജോയിന്റ് എന്ന് പറയുന്നത്. അതേപോലെ ഡബിൾ കവറാണ് ഈ 2 സാധനവും. ഇനി ഇതിന്റെ അറേഞ്ച്മെന്റ്സ് പോലെ ഇപ്പോൾ 2ൽ കൂടുതൽ ഉണ്ടെങ്കിൽ നമ്മൾ അതിനെ ചെയിൻ റിവറ്റിംഗ് എന്ന് പറയും. ഇതിൻ്റെ അകത്ത് നോക്കുകയാണെങ്കിൽ 1 2 3 3 എണ്ണാണ് ഉള്ളത്. അപ്പോൾ 2ൽ കൂടുതലാണ്, അതുകൊണ്ട് നമ്മൾ അതിനെ ചെയിൻ റിവറ്റിംഗ് എന്നാണ് പറയാം. അതേപോലെ റിവറ്റ് സിഗ്സാഗ് ആയിട്ട് വെച്ച് കഴിഞ്ഞാൽ അതിനെ സിഗ്സാഗ് റിവറ്റിംഗ് എന്ന് പറയാം. ഇതിൻ്റെ അകത്ത് നിങ്ങൾ മേജറായിട്ട് പഠിക്കേണ്ടത് ഈ പി എന്ന് പറയുന്ന വാല്യൂ ആണ്. അതായത് ഒരു റിവറ്റിൽ നിന്ന് മറ്റേ റിവറ്റിലേക്കുള്ള പിച്ചിനെയാണ് പി എന്ന് പറയുന്നത്. ഇതിൻ്റെ അകത്ത് ഇതാണ് പിച്ച് വരിക. നമുക്ക് യൂണിറ്റ് ഏരിയ എന്താണെന്ന് മനസ്സിലാവണം. ഇതിന്റെ കോൺസെപ്റ്റ് ക്ലിയർ ആയി കഴിഞ്ഞാൽ നമ്മൾക്ക് കാൽക്കുലേഷൻ ചെയ്യാൻ വളരെ എളുപ്പമായിരിക്കും. നമ്മൾ ഫസ്റ്റ് കേസ് എടുക്കുമ്പോൾ ഇതിന്റെ ഡയമെൻഷൻ വരുന്നത് 1 സെന്റിമീറ്റർ എക്സ് ഡയറക്ഷനും 1 സെന്റിമീറ്റർ വൈ ഡയറക്ഷനുമാണ്. അതായത് ഇതാണ് നമ്മളുടെ ചെറിയൊരു പ്ലേറ്റ് വരുന്നത്. അങ്ങനെയാണെങ്കിൽ ഇതിനെ എത്ര സ്ക്വയർ ആയിട്ട് നമുക്ക് തിരിക്കാം, അതായത് യൂണിറ്റ്. ഇപ്പോൾ ഇതിന്റെ സെന്റിമീറ്ററിലാണെങ്കിൽ 1 സെന്റിമീറ്റർ സ്ക്വയർ ആണ് ഇതിന്റെ ഏരിയ വരുന്നത്. അങ്ങനെയാണെങ്കിൽ 1 സെന്റിമീറ്ററിന്റെ എത്ര സ്ക്വയർ ആയിട്ട് ഇതിനെ മാറ്റാം? ഉത്തരം വളരെ സിമ്പിളാണ്. അതിന്റെ ഏരിയ കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ അതിന്റെ ആൻസർ ആവും. ഇപ്പൊ ഇതിന്റെ ഏരിയ വരുന്നത് 1 × 1 ആണ്, 1 ആണ്. അതായത് ചുരുക്കി പറഞ്ഞാൽ ഇതിനെ ഒരു സ്ക്വയർ ആയിട്ട് മാത്രമേ മാറ്റാൻ പറ്റുള്ളൂ. നമുക്കിനി അടുത്ത എക്സാമ്പിൾ എടുക്കുകയാണെങ്കിൽ എക്സ് ഡയറക്ഷൻ വരുന്നത് 2 ആണ്, വൈ ഡയറക്ഷൻ 2 ആണ്. അങ്ങനെയാണെങ്കിൽ ഇതിനെ എത്ര ചെറിയ ചെറിയ സ്ക്വയർ ആയിട്ട് മാറ്റാൻ പറ്റും? 1 സെന്റിമീറ്ററിന്റെ എത്ര സ്ക്വയർ ആയിട്ട് മാറ്റാൻ പറ്റും? അതിന് ജസ്റ്റ് ഇതിന്റെ ഏരിയ എടുക്കുക. 2 × 2 ആണ് ഇതിന്റെ ഏരിയ വരുന്നത്. അപ്പോൾ 4 ആണ്.
അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ നമുക്ക് ഇതിനെ 1 2 3 4 നമുക്ക് 4 സ്ക്വയർ ആയിട്ട്, അതായത് 1 സെന്റിമീറ്റർ 1 സെന്റിമീറ്റർ ഉള്ള 4 സ്ക്വയർ ആയിട്ട് ഇതിനെ കട്ട് ചെയ്യാൻ പറ്റും. ഇനി അടുത്ത കേസ് 3 ആണ്. 3 സെന്റിമീറ്റർ ആണ് ഇതിന്റെ എക്സ്, 3 സെന്റിമീറ്റർ ആണ് വൈ. അപ്പൊ ഇതിനെ എത്രയായിട്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റും? ഇപ്പൊ നമ്മൾ എടുത്തു കഴിഞ്ഞാൽ 9 ആണ് നമ്മളുടെ ആൻസർ വരുന്നത്. അതായത് ചുരുക്കി പറഞ്ഞാൽ ഇതിന്റെ ഏരിയ തന്നെയാണ് ഇതിന്റെ ആൻസർ വരുന്നത്. അപ്പോൾ ഇതിൽ നമുക്ക് മനസ്സിലാവേണ്ടത് നമ്മളുടെ ഏരിയ എന്ന് പറയുന്നത് അതിനെ എത്ര ഡിവിഷൻസ് ആക്കാം എന്നുള്ളതാണ്. എത്ര യൂണിറ്റ് ഡിവിഷൻസ് ആക്കാം അതിന്റെ കൗണ്ടാണ് നമ്മൾക്ക് ഏരിയ തരുന്നത്. ഇവിടെ 4 × 4 ആണ്. അപ്പോൾ ഇവിടെ നമുക്ക് 16 വരുന്നുണ്ട്. 4 × 4 ഏരിയയും 16 ആണ്. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ ഏരിയ കണ്ടുപിടിച്ചു കഴിഞ്ഞാൽ നമുക്ക് എത്ര ഡിവിഷൻ ചെയ്യാമെന്ന് അറിയാൻ പറ്റും. നമുക്ക് ഒരു തിൻ പ്ലേറ്റ് എടുക്കാം. ഇതിന് ആക്സിസ് വരച്ചു കഴിഞ്ഞാൽ എക്സ് വൈ സെഡ്, ഇതിനൊരു 3D സ്പേസ് ആയിട്ട് എടുക്കുക. അങ്ങനെയാണെങ്കിൽ ഇതിന്റെ ഏരിയ വരുന്നത് LX LY ആണ് ഇതിന്റെ സൈഡ് ലെങ്ത് ആണെങ്കിൽ ഇതിന്റെ ഏരിയ A = LX × LY, അതാണ് അതിന്റെ ഏരിയ വരിക. അപ്പൊ ഇത് 3 ആക്സിസിലാണ് വർക്ക് ചെയ്യുന്നത്. എക്സ് വൈ സെഡ് 3D കോർഡിനേറ്റ്സ് ആണ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് പ്ലേറ്റ് വരുന്നത് എക്സിലും വൈയിലും ഉള്ള പ്ലെയിനിലാണ് വരുന്നത്. ഇതിന്റെ ഏരിയ വരുന്നത് LX × LY ആണ്. ഇതിന്റെ അകത്ത് Z ഡയറക്ഷനിലേക്ക് ഒരു ലോഡ് കൊടുക്കുകയാണ്, അല്ലെങ്കിൽ ഒരു പുള്ള് കൊടുക്കുകയാണ്. അങ്ങനെ കൊടുക്കുമ്പോൾ എന്താണ് ബോഡിക്ക് ഉണ്ടാവുന്നത്? വലിയൊരു ലോഡ് കൊടുക്കുമ്പോൾ ആ ലോഡ് ലെഫ്റ്റ് സൈഡിൽ കാണുന്ന പോലെ ഡിസ്ട്രിബ്യൂട്ട് ആയിട്ട് ചെറിയ ചെറിയ ലോഡ്സ് ആയിട്ട് ഡിസ്ട്രിബ്യൂട്ട് ആയി പോകും. ഇതിൻ്റെ അകത്ത് നമുക്ക് റൈറ്റ് സൈഡിൽ വലിയൊരു ലോഡാണ് കാണുന്നത്. അതിൻ്റെ ഡിസ്ട്രിബ്യൂഷനാണ് ചെറിയ ചെറിയ ലോഡ്സ്. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ ഈ ലെഫ്റ്റ് സൈഡിൽ കാണുന്ന ചെറിയ ലോഡ്സ് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ വി മസ്റ്റ് ഗെറ്റ് ദിസ് ലോഡ്. ഇനി അടുത്ത ചോദ്യം, നമുക്ക് ഈ പ്ലേറ്റിനെ എത്ര യൂണിറ്റ് സ്ക്വയർ ആയിട്ട് മാറ്റാൻ പറ്റും? ഇവിടെ നമുക്ക് 1 2 3 4 5 6 എന്നാണ് പറയാം അല്ലേ? പക്ഷേ ഈ 6 എന്ന് പറയുന്നത് നമ്മൾ കറക്റ്റായിട്ട് ഡിവൈഡ് ചെയ്താൽ ഇത് കറക്റ്റ് ആയിരിക്കും. ഇപ്പൊ തൽക്കാലം നമുക്ക് ഈ ഡയമെൻഷൻസ് അറിയില്ല. അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? ഇതിനെ LX LY എന്നാണ് നമ്മളിപ്പോൾ പറഞ്ഞിട്ടുള്ളത്. അങ്ങനെയാണെങ്കിൽ ഇതിന്റെ ടോട്ടൽ ഏരിയ തന്നെ ആയിരിക്കില്ലേ ഇതിന്റെ നമ്പർ ഓഫ് ഡിവിഷൻ? അപ്പോൾ ഇതിന്റെ ഏരിയ എന്ന് പറയുന്നത് LX × LY ആണ്. അപ്പോൾ ടോട്ടൽ നമ്പർ ഓഫ് ഡിവിഷൻ എന്ന് പറയുന്നത് നമ്മൾ എത്ര എണ്ണം തിരിക്കാം എന്നുള്ളത് അതിന്റെ ഏരിയ ആണ്. അപ്പോൾ അത്രയും യൂണിറ്റിലേക്ക് നമ്മളുടെ ലോഡ്സ് ഡിസ്ട്രിബ്യൂട്ട് ആയി പോകും. അപ്പോൾ P എന്ന് പറയുന്ന ഒരു ലോഡ് ഉണ്ടെങ്കിൽ അതിനെ നമ്മൾക്ക് ഡിസ്ട്രിബ്യൂട്ട് ആയി പോകുന്ന ചെറിയ ചെറിയ സ്ക്വയറിലേക്ക് ഡിസ്ട്രിബ്യൂട്ട് ആയി പോകുന്ന ലോഡിനാണ് റോ എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ നമ്മളിപ്പോൾ 12 ആണ് P എന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ ഇപ്പോൾ എനിക്കിവിടെ ഡിവിഷൻസ് 1 2 3 4 5 6 ഡിവിഷൻസ് ആണുള്ളത്. അങ്ങനെയാണെങ്കിൽ ഈ ഒരു ഡിവിഷനിൽ വരുന്ന ലോഡ് എത്രയാണ്? വളരെ സിമ്പിളാണ്. ഇത് 12 ആണെങ്കിൽ 12 ഡിവൈഡഡ് ബൈ നമ്പർ ഓഫ് ഡിവിഷൻസ്, അതായത് 6. അങ്ങനെയാണെങ്കിൽ 2 ആയിരിക്കും നമ്മളുടെ ഈ ഒന്നിൽ വരുന്നത്. അത് ചെക്ക് ചെയ്യണമെങ്കിൽ 2 + 2 + 2 2 + 2 + 2, അപ്പോൾ നമ്മൾക്ക് ടോട്ടൽ 6 ആണ് കിട്ടുക. അതായത് 1 2 3 4 5 6, അപ്പോൾ 12 ആണ് കിട്ടുക. അപ്പോൾ ഈ 12 എന്ന് പറയുന്നത് നമ്മൾ ജസ്റ്റ് കൗണ്ട് ചെയ്യുന്നതാണ് അല്ലേ? അപ്പോൾ 2 + 2 + 2 + 2 + 2 + 2 അതാണ് 12. അപ്പോൾ നമുക്ക് ടോട്ടൽ കിട്ടി. അപ്പോൾ ഇതിനെ ഡിവൈഡ് ബൈ 12 ഡിവൈഡഡ് ബൈ നമ്പർ ഓഫ് സ്ക്വയേഴ്സ് അല്ലേ, യൂണിറ്റ് സ്ക്വയർ. അപ്പം ശരിക്കും പറഞ്ഞാൽ ഈ നമ്പർ ഓഫ് യൂണിറ്റ് സ്ക്വയർ എന്ന് പറയുന്നത് എന്താണ്? 12 ബൈ ഏരിയ അല്ലേ വരുന്നത്. ഇവിടെ 12 എന്ന് പറയുന്നത് P ആണ് അല്ലേ? അപ്പോൾ നമ്മൾ ഇതിനെ റോ എന്നാണ് പറയുന്നത്. അതിനെ സ്ട്രെസ് എന്ന് വിളിക്കാം. അങ്ങനെയാണെങ്കിൽ ടെൻസൈൽ സ്ട്രെസ്, അതായത് റോ എന്ന് പറയുന്നത് P ബൈ
LX into LY, അതാണ് ഏരിയ. വളരെ സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ ഫോഴ്സ് ബൈ ഏരിയ. ഈ ഒരു ഇക്വേഷൻ മാത്രമേ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൂ, ബാക്കിയൊക്കെ ഇതിൽ നിന്ന് മേക്ക് ഔട്ട് ചെയ്യാവുന്നേ ഉള്ളൂ. ഇതിൻ്റെ സെയിം കോൺസെപ്റ്റിൽ ഷിയർ ആണെങ്കിൽ, അല്ലെങ്കിൽ നമ്മുടെ ഡയറക്ഷൻ, ഫോഴ്സിൻ്റെ ഡയറക്ഷൻ മാറുകയാണെങ്കിൽ അതിൻ്റെ സെയിം ചേഞ്ചസ് അതിൻ്റെ ഡിസ്ട്രിബ്യൂഷനിലും ഉണ്ടാവും. അതേപോലെ നമുക്ക് ഇങ്ങനെയാണ് ലോഡ് കൊടുക്കുന്നുണ്ടെങ്കിൽ ഇതിൻ്റെ സെയിം ഡിസ്ട്രിബ്യൂഷനാണ് നമ്മളുടെ ലോഡ് വരുന്നത്. അപ്പം ഇതിനെ കംപ്രഷൻ സ്ട്രെസ് എന്നാണ് പറയുന്നത്, കാരണം കംപ്രസ് ചെയ്യാണ്. നേരത്തെ കണ്ടത് ഷിയർ സ്ട്രെസ് ആണ്. ഷിയർ എന്നുള്ളത് അതിൻ്റെ ഡയറക്ഷൻ നോക്കി മനസ്സിലാക്കുക. അതേപോലെ നേരത്തെ ഇതിനു മുന്നേ കണ്ടിരിക്കുന്നത് ടെൻസൈൽ സ്ട്രെസ് ആണ്. ഇതിനെല്ലാം ഇക്വേഷൻ സെയിം ആണ്, ഫോഴ്സ് ബൈ ഏരിയ അല്ലെങ്കിൽ പി ബൈ ഏരിയ. ഇതിൻ്റെ അകത്ത് ലോഡ് തന്നു കഴിഞ്ഞാൽ നമുക്ക് സ്ട്രെസ് കണ്ടുപിടിക്കാൻ പറ്റും. സ്ട്രെസ് എന്ന് പറയുന്നത് ഫോഴ്സ് ബൈ ഏരിയ ആണ്. ഇതിൻ്റെ അകത്ത് ഫോഴ്സ് എന്ന് പറയുന്നത് ഇപ്പോൾ PZ എന്ന് പറയുന്നത് സേഫ് ലോഡാണ്, A എന്ന് പറയുന്ന ഏരിയ ആണ്, സ്ട്രെസ് ആണ്. അപ്പോൾ ഇതിൻ്റെ അകത്ത് സ്ട്രെസ് ഈസ് ഈക്വൽ ടു P ബൈ A എന്ന് പഠിച്ചിട്ടുണ്ട്. നമുക്ക് ലോഡ് കണ്ടുപിടിക്കണമെങ്കിൽ സ്ട്രെസ് ഇൻറ്റു ഏരിയ ചെയ്താലും മതി. സെയിം ഇക്വേഷനാണ്, ഞാൻ എനെ ഇങ്ങോട്ടേക്ക് കൊണ്ടുപോയി എന്നേ ഉള്ളൂ. അപ്പോൾ സ്ട്രെസ് ഇൻറ്റു ഏരിയ ഈസ് ഈക്വൽ ടു P എന്ന് പറയുന്ന ഒരു ഇക്വേഷൻ കിട്ടി. ഇതിൽ നിന്ന് നമുക്ക് P കണ്ടുപിടിക്കാൻ പറ്റും. സ്ട്രെസ്സും ഏരിയയും അറിയെങ്കിൽ നമുക്ക് P കണ്ടുപിടിക്കാൻ പറ്റും. ഇത് ഒരു ജോയിന്റിന്റെ പ്ലാൻ വ്യൂ ആണ്. ഇവിടെ സിംഗിൾ റോ ആണുള്ളത്, സോ ഇറ്റ് വിൽ ബി സിംഗിൾ റിവറ്റഡ് അല്ലെങ്കിൽ സിംഗിൾ ബോൾട്ടഡ്. അതേപോലെ പിച്ച് നമ്മൾ പറഞ്ഞിട്ടുണ്ട്, സെന്റർ ടു സെന്റർ ഡിസ്റ്റൻസ് ആണ് പിച്ച് ഉള്ളത്. നമ്മളുടെ കാൽക്കുലേഷന്റെ എളുപ്പത്തിന് വേണ്ടി ഞാൻ ഈ ലൈൻസിനെ കുറച്ചൊന്ന് മൂവ് ചെയ്യാണ്. അപ്പോഴും പിച്ച് സെയിം ആയിട്ടാണ്, ഞാൻ ഡയമെൻഷൻ മാറ്റുന്നില്ല, ജസ്റ്റ് ലൈൻസ് മാത്രം മുകളിലേക്ക് എടുത്തതേ ഉള്ളൂ. അതായത് ഇങ്ങനെയുള്ള ലൈൻസിനെ ഞാൻ ജസ്റ്റ് അതിനെ മുകളിലേക്ക് എടുത്തു. ഇനി നമ്മളുടെ കാൽക്കുലേഷനിൽ നമുക്ക് ഒരു പിച്ച് ലെങ്ത് മാത്രം നോക്കിയാൽ മതി. ഇത് കാൽക്കുലേഷന്റെ സിംപ്ലിസിറ്റിക്ക് വേണ്ടിയിട്ട് മാറ്റുന്നതാണ്. ഇതാണ് നമ്മളുടെ ഒരു പിച്ച് ലെങ്ത്. നമ്മളെ കാൽക്കുലേഷൻ പേർപ്പസിന് വേണ്ടി ഇത് ഇഗ്നോർ ചെയ്യാണ്, അതേപോലെ ഇതും ഇഗ്നോർ ചെയ്യാണ്. നമ്മളിപ്പോൾ ഈ ഹൈലൈറ്റഡ് പോർഷൻ മാത്രമേ കാൽക്കുലേഷനിൽ എടുക്കുന്നുള്ളൂ. നമ്മളൊരു സെക്ഷൻ കട്ട് ചെയ്യുകയാണെങ്കിൽ ഇങ്ങനെയാണ് ഉണ്ടാവുക. അപ്പൊ സെക്ഷൻ ലൈനിൽ നമ്മളൊരു സെക്ഷൻ കട്ട് ചെയ്ത് കഴിഞ്ഞാൽ അത് ഇങ്ങനെയാണ് ഉണ്ടാവുക. നമ്മൾ ലോഡ് കൊടുക്കുമ്പോൾ എങ്ങനെയൊക്കെയാണ് അത് ഫെയിലിയർ സംഭവിക്കുന്നതെന്ന് നോക്കണം. ആദ്യത്തെ ഫെയിലിയർ ഷിയർ ഫെയിലിയർ ആണ്, സിംഗിൾ ഷിയർ ഫെയിലിയർ എന്ന് പറയാം. ഇതിപ്പോ സിംഗിൾ റിവറ്റ് ആണ് എടുത്തിരിക്കുന്നത്. ഷിയർ ഫെയിലിയർ നമ്മളുടെ ആനിമേഷനിൽ കാണുന്ന പോലെയാണ് വരിക. രണ്ട് സൈഡിൽ നിന്ന് വലിക്കുമ്പോൾ നമ്മളുടെ റിവറ്റ് നടുക്കുന്ന പൊട്ടുകയാണ് ചെയ്യുക. ഇതിനെ ഷിയർ ഫെയിലിയർ എന്ന് പറയും. ശരിക്കും ഒബ്സർവ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളുടെ ഈ യെല്ലോ റിവറ്റിന്റെ ഡയമീറ്റർ ആണ് പൊട്ടുന്നത്. അപ്പൊ അവിടുത്തെ ഏരിയ വരുന്നത് π/4d² ആണ്. π/4d² എന്ന് പറയുന്നത് നമ്മളുടെ πr² ആണ് ഒരു സർക്കിളിന്റെ ഏരിയ വരുന്നത്. r എന്ന് പറയുന്നത് എന്താണ്, d/2 ആണ്. അപ്പോൾ π ഇൻറ്റു d/2 ഹോൾ സ്ക്വയർ, അതാണ് π/4d². നമ്മളുടെ എളുപ്പത്തിന് വേണ്ടിയാണ് π/4d² എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ നമ്മൾക്ക് ഏരിയ കിട്ടിയിട്ടുണ്ട്, π/4d² ആണ്. d എന്ന് പറയുന്നത് ഡയമീറ്റർ ഓഫ് ദ റിവറ്റ് ആണ്. അവിടെയാണ് ബ്രേക്ക് ആയിട്ടുള്ളത്. ഇവിടെ ഷിയർ ഫെയിലിയർ ആണ് വന്നിട്ടുള്ളത്. അപ്പോൾ ഈ സിംഗിൾ ഷിയർ ഫെയിലിയർ ഇങ്ങനെയാണ് ഉണ്ടാവുക. ഇതിൻ്റെ അകത്ത് സ്ട്രെസ് എന്ന് പറയുന്നത് P/A ആണ്. P എന്ന് പറയുന്നത് നമ്മൾ കൊടുക്കുന്ന ലോഡാണ്. ലോഡ് ഡിവൈഡഡ് ബൈ ഏരിയ ആണ് വരുന്നത്.
ഈ ഏരിയ എന്ന് പറയുന്നത് ഇവിടുത്തെ ഏരിയ ആണ്. നമ്മൾ പഠിച്ച സെയിം ഇക്വേഷൻ ആണ്, P/A ആണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഇക്വേഷൻ നമ്മൾ മാറ്റി എഴുതി കഴിഞ്ഞാൽ PS = π/4d² ഇൻറ്റു സ്ട്രെസ് വരും. അങ്ങനെയാണെങ്കിൽ PS എന്ന് പറയുന്നത് സേഫ് ഷിയർ ലോഡ് റിവറ്റ് ക്യാൻ വിത്ത്സ്റ്റാൻഡ് അഗെയിൻസ്റ്റ് ലോഡിംഗ്. സിഗ്മ S എന്ന് പറയുന്നത് അലോവബിൾ ഷിയർ സ്ട്രെസ് ആണ്. D എന്ന് പറയുന്നത് ഡയമീറ്റർ ആണ്. ഇനി ഇതേ സെയിം കേസ് നമ്മൾക്ക് 2 റോ ആണുള്ളത്. അപ്പോൾ ഡബിൾ റിവറ്റഡ് ആണ്. അപ്പോൾ നമ്മളുടെ ടൈപ്പ് വരുന്നത് സിംഗിൾ ഷിയർ ഫെയിലിയർ വിത്ത് ഡബിൾ റിവറ്റ് ആണ് വരുന്നത്. ഡബിൾ റിവറ്റ് വരാൻ കാരണം 2 റിവറ്റ് ഉണ്ട്. ഇതിന്റെ ഇക്വേഷൻ എന്ന് പറയുന്നത് PS = നമ്മൾ നേരത്തെ പഠിച്ച സെയിം തന്നെയാണ്. അതായത് ഈ ഇക്വേഷനാണ് നമ്മൾ നേരത്തെ പഠിച്ചിരിക്കുന്നത്. അതിന്റെ കൂടെ n എന്ന് പറയുന്ന ഒരു ടേം, അതായത് നമ്പർ ഓഫ് റിവറ്റും കൂടി വരും. ഇതിപ്പോൾ ഇവിടെ 2 ആണ്, അപ്പോൾ ഇത് 2 ആയി മാറും. ഇത് 3 ആണെങ്കിൽ അത് 3 ആയിട്ട് മാറും. അപ്പോൾ ഈ n എന്ന് പറയുന്ന വാല്യൂ നമ്പർ ഓഫ് റിവറ്റ് ആണ്. ഇതിൻ്റെ അകത്ത് സെയിം ആണ്. PS = സേഫ് ഷിയർ ലോഡ് റിവറ്റ് ക്യാൻ വിത്ത്സ്റ്റാൻഡ് അഗെയിൻസ്റ്റ് ലോഡിംഗ്. സിഗ്മ S എന്ന് പറയുന്നത് അലോവബിൾ ഷിയർ സ്ട്രെസ് ആണ്. D എന്ന് പറയുന്നത് ഡയമീറ്റർ ഓഫ് ദ റിവറ്റ് ആണ്. N എന്ന് പറയുന്നത് നമ്പർ ഓഫ് റിവറ്റ്സ് പെർ പിച്ച് ആണ്. ഈ പെർ പിച്ച് എന്നുള്ളത് മനസ്സിലാക്കണം, കാരണം നമ്മൾ ഒരു പിച്ചിലെത്തെയാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ നമ്മൾക്ക് സിംഗിൾ ഷിയർ കോൺസെപ്റ്റ് ക്ലിയർ ആയിട്ടുണ്ടാവും. ഇനി നമ്മൾ നോക്കുന്നത് ഡബിൾ ഷിയർ ആണ്. നിങ്ങൾ ഇതിന്റെ ഡിഫറൻസ് മനസ്സിലാക്കണം. ആനിമേഷനിൽ കാണുന്ന പോലെ ഒരു റിവറ്റിനെ 2 ആയിട്ട് പൊട്ടിക്കുകയാണ്. ഇവിടെ 2 ഏരിയ ആണ് പൊട്ടുന്നത്. അപ്പോൾ നമ്മളുടെ ഇക്വേഷൻ അതേപോലെ ചേഞ്ച് ആവും. നേരത്തെ സെയിം ആണ് ഇതുവരെ. അതിൻ്റെ കൂടെ ഒരു 2 ഇൻറ്റു ചെയ്യണം. കാരണം ഇവിടെ ഒരു ഏരിയ ഉണ്ട്, ഇവിടെ ഒരു ഏരിയ ഉണ്ട്. അതുകൊണ്ടാണ് ഈ 2 വരുന്നത്. ഈ n എന്ന് പറയുന്നത് ഇതേപോലെ നമ്പർ ഓഫ് ബോൾട്ട് വേറെ വരും, അതിനാണ് n കൊടുക്കുന്നത്. ഇപ്പൊ ഈ ഒരു കേസിൽ ഇവിടെ 1 ആണ്, അപ്പൊ ഇത് 1 ആണ്. അപ്പോൾ ഷിയർ ഫെയിലിയറിന് നമുക്ക് 2 കാര്യങ്ങളാണ്. ഒന്ന്, ഈ ഒരു കേസിൽ നമ്മൾ സിംഗിൾ ഷിയർ ആണ് വരിക, അതിൻ്റെ ഇക്വേഷനാണ് ഇത്. ഇത് ഡബിൾ ഷിയർ ആണ്, അതിൻ്റെ ഇക്വേഷനാണ് ഇത്. ഇവിടെ സിംഗിൾ റിവറ്റഡ് ലാബ് ജോയിന്റ് കാണാം. ഇങ്ങനെയാണ് സിംഗിൾ റിവറ്റഡ് ലാബ് ജോയിന്റ് വരിക. അടുത്തത് ഡബിൾ റിവറ്റഡ് ലാബ് ജോയിന്റ് ആണ്. 2 റിവറ്റ് വരും. ഇനി അടുത്തത് ട്രിപ്പിൾ റിവറ്റഡ് ലാബ് ജോയിന്റ് ആണ്. ഇതിനെ ചെയിൻ റിവറ്റഡും എന്നും പറയാം. ഇനി സിംഗിൾ റിവറ്റഡ് ഡബിൾ ലാബ് ജോയിന്റ് ആണിത്. അടുത്തത് ഡബിൾ റിവറ്റഡ് ഡബിൾ ലാബ് ജോയിന്റ് ആണിത്. നിങ്ങൾക്ക് അതിന്റെ കോൺസെപ്റ്റ് മനസ്സിലായി കഴിഞ്ഞാൽ പേര് മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടുണ്ടാവില്ല. അതേപോലെ സിംഗിൾ റിവറ്റഡ് സിംഗിൾ കവർ ബഡ് ജോയിന്റ് ആണിത്. നെക്സ്റ്റ് വരുന്നത് സിംഗിൾ റിവറ്റഡ് ഡബിൾ കവർ ബഡ് ജോയിന്റ് ആണ്. ഇനി ഡബിൾ റിവറ്റഡ് ഡബിൾ കവർ ബഡ് ജോയിന്റ് ആണിത്. പിന്നെ ട്രിപ്പിൾ റിവറ്റഡ് ഡബിൾ കവർ ബഡ് ജോയിന്റ് എന്ന് പറയുന്നത് ഇങ്ങനെയാണ് വരിക. ഇത് ചെയിൻ റിവറ്റഡ് എന്നും പറയാം. നമുക്കൊരു പ്രോബ്ലം നോക്കാം. ഇതിൻ്റെ അകത്ത് 2 plates of thickness 12 mm are connected by a single riveted single cover butt joint ആണ്. Rivets of diameter 20 mm are placed at a pitch of 100 mm എന്നാണ്. Calculate the shear load it can withstand. ഇതിൻ്റെ അകത്ത് പെർമിസിബിൾ ഷിയർ സ്ട്രെസ് തന്നിട്ടുണ്ട്, പെർമിസിബിൾ ബെയറിംഗ് സ്ട്രെസ് തന്നിട്ടുണ്ട്, ടെൻസൈൽ സ്ട്രെസ് തന്നിട്ടുണ്ട്. ഇതിൻ്റെ അകത്ത് നമ്മൾ ആദ്യം ചെയ്യേണ്ടത് ഡ്രോയിങ് വരക്കുന്നതാണ്.
ഇപ്പോൾ സിംഗിൾ റിവറ്റഡ് സിംഗിൾ കവർ ബഡ് ജോയിന്റ് എന്ന് പറയുന്നത് ഇങ്ങനെയാണ്. അതിനുശേഷം നമ്മൾ അതിൻ്റെ പ്ലാൻ വരയ്ക്കുക. ഇതാണ് അതിൻ്റെ പിച്ച് വരുന്നത്. ഇതിൻ്റെ അകത്ത് നമ്മൾ പറഞ്ഞ പോലെ പിച്ചിനെ ഇങ്ങോട്ടേക്ക് മാറ്റുക. ആ പോർഷൻ മാത്രമേ ഇനി എടുക്കേണ്ടതുള്ളൂ, ബാക്കി ഇഗ്നോർ ചെയ്യുക. അതിനുശേഷം അതിൻ്റെ ഇക്വേഷൻ നമ്മൾ എഴുതുക. n × π/4 d² ഇൻറ്റു സ്ട്രെസ്. ഇതിൻ്റെ അകത്ത് n എന്ന് പറയുന്നത് 1 ആണ്, കാരണം ഇത് സിംഗിൾ റിവേറ്റഡ് ആണ്. നമ്മുടെ ഗിവൺ ഡാറ്റാസ് എഴുതുക. അതിൻ്റെ ആൻസർ നിങ്ങൾക്ക് വളരെ സിമ്പിളായിട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ കിട്ടും. അടുത്ത പ്രോബ്ലം എടുക്കുക. ഇതിൻ്റെ അകത്ത് സിംഗിൾ റിവേറ്റഡ് ഡബിൾ കവർ ബഡ് ജോയിന്റ് ആണ്. നമ്മൾ ആദ്യം ഡ്രോയിങ് വരയ്ക്കുക. ഇതിൻ്റെ അകത്ത് ഡബിൾ കവറാണ് വന്നിട്ടുള്ളത്. നമ്മൾ പിച്ച് എടുക്കുക, അതിനെ മൂവ് ചെയ്യുക, ആ പോർഷൻ മാത്രം എടുക്കുക, നമ്മളുടെ ഇക്വേഷൻ അപ്ലൈ ചെയ്യുക. ഇതിൻ്റെ അകത്ത് 2 × n × π/4 d² സ്ട്രെസ് ആണ് വരിക. n 1 ആണ്. 2 × വരാൻ കാരണം ഇത് ഡബിൾ കവറാണ്. ആൻസർ നോക്കുക. അടുത്ത പ്രോബ്ലം സിംഗിൾ റിവേറ്റഡ് ലാപ്പ് ജോയിന്റ് ആണ്. അപ്പോൾ നമ്മൾ വരക്കുക, അതിൻ്റെ പ്ലാൻ വരക്കുക, അതിൻ്റെ പിച്ച് എടുക്കുക, ഇക്വേഷൻ എഴുതുക. സെയിം ഇക്വേഷനാണ്, സിംഗിൾ ആണ്. അപ്പോൾ n 1 ആണ്. ആൻസർ നോക്കുക. ഷിയർ ഫെയിലിയറിനെ കുറിച്ചിട്ട് പറഞ്ഞു. അടുത്ത ടൈപ്പ് ഓഫ് ഫെയിലിയർ ക്രഷിംഗ് ആണ്. നമ്മൾ രണ്ട് പ്ലേറ്റ്സ് തമ്മിൽ ലാപ്പ് ജോയിന്റ് ചെയ്തതിന് ശേഷം അങ്ങോട്ടും ഇങ്ങോട്ടും ടെൻഷൻ ലോഡ് കൊടുക്കുമ്പോൾ ഇവിടെ ഒരു ക്രഷിംഗ് ഉണ്ടാവാൻ സാധ്യതയുണ്ട്. നമ്മുടെ ആനിമേഷനിൽ കാണിക്കുന്നത് പോലെ നമ്മളുടെ ബോൾട്സ് ഇവിടെ ക്രഷ് ആവും. ഇതും നേരത്തെ പറയുന്നത് പോലെ തന്നെ ഒരു പിച്ചിലെടുക്കുക. അങ്ങനെ എടുത്തു കഴിഞ്ഞാൽ ഇതിൻ്റെ ഇക്വേഷൻ വരുന്നത് n എന്ന് പറയുന്നത് നമ്പർ ഓഫ് ബോൾട്സ് ആണ്, അല്ലെങ്കിൽ റിവറ്റ്സ് ആണ്. t × d × സ്ട്രെസ് ആണ്. t എന്ന് പറയുന്നത് തിക്നെസ് ഓഫ് ദ പ്ലേറ്റ് ആണ്. d എന്ന് പറയുന്നത് ഡയമീറ്റർ ഓഫ് ദ റിവറ്റ് ആണ്. സ്ട്രെസ് എന്ന് പറഞ്ഞാൽ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ, പക്ഷേ ഇത് ബാരിങ് സ്ട്രെസ് ആണ്, അതായത് കംപ്രഷൻ സ്ട്രെസ് ആണ്. ഈ ഇക്വേഷനാണ് നമ്മളുടെ ക്രഷിംഗ് വാല്യൂ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടുള്ള ഇക്വേഷൻ. ഇതിൻ്റെ നൊട്ടേഷൻസ് നോട്ട് ചെയ്യാം. എങ്ങനെയാണ് ഈ ഇക്വേഷൻ വന്നതെന്നുള്ളത് ജസ്റ്റ് പറഞ്ഞുതരാം. ഞാനിവിടെ ഒരു സെക്ഷൻ എടുക്കുകയാണ്. നമ്മുടെ സെക്ഷൻ ഇങ്ങനെയാണ് വരുന്നത്. ഇതാണ് നമ്മളുടെ തിക്നെസ് ഓഫ് പ്ലേറ്റ് വരുന്നത്, T. പിന്നെ ഡയമീറ്റർ എന്ന് പറയുന്നത് ഇതാണ്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ നമ്മൾക്ക് ഈ ഏരിയ ആണ് കണ്ടുപിടിക്കേണ്ടത്. ഇതൊരു പ്രൊജക്റ്റഡ് ഏരിയ ആയിട്ടാണ് വരിക. ഈ ഏരിയ എന്ന് പറയുന്നത് T × D ആണ് ഏരിയ. ഇനി എളുപ്പമാണ്. സ്ട്രെസ് ഈസ് ഈക്വൽ ടു P/A ആണ്. അതായത് സ്ട്രെസ് ഈസ് ഈക്വൽ ടു P എന്ന് പറയുന്നത് ഞാനിവിടെ PB എന്നെടുക്കുന്നു, അതിനുശേഷം A എഴുതുന്നു. ഞാനിവിടെ ഒന്നും കൂടി എഴുതുകയാണെങ്കിൽ ഇങ്ങനെയാണ് വരിക. അപ്പോൾ PB/A എന്ന് പറയുന്നത് എന്താണ്? T × D ആണ്. ഇത് ഈക്വൽ ടു സ്ട്രെസ് ആണ്. അപ്പോൾ PB ഇസ് ഈക്വൽ ടു, ഇതിനെ എനിക്ക് ഇങ്ങോട്ട് കൊണ്ടുപോകാം, T × D × σB വരും. പിന്നെ നമ്പർ ഓഫ് ബോൾട്ടും കൂടി വേണം. അപ്പോൾ നമ്മളുടെ ഈ ഇക്വേഷനിലേക്ക് വരും. നെക്സ്റ്റ് ഫെയിലിയർ വരുന്നത് ടാരിങ് ഓഫ് പ്ലേറ്റ്സ് ആണ്. ഇതിൻ്റെ അകത്ത് നിങ്ങൾ ആനിമേഷനിൽ കാണുന്ന പോലെ ലോഡ് കൊടുക്കുമ്പോൾ നമ്മളെ പ്ലേറ്റ്സ് നടുക്കുന്ന കീറുകയാണ് ചെയ്യുക. അതിനാണ് ടാരിങ് ഓഫ് പ്ലേറ്റ്സ് എന്ന് പറയുന്നത്. ഇവിടെയും നമ്മൾ ഒരു പിച്ച് ലെങ്ത് ആണ് എടുക്കുന്നത്. അപ്പോൾ ആ പിച്ച് ലെങ്ത് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ മൂവ് ചെയ്യുന്നില്ല,
സെയിം പൊസിഷനിൽ തന്നെ എടുക്കുകയാണ്. അങ്ങനെയാണെങ്കിൽ നമുക്കിവിടെ ഇതാണ് നമ്മളുടെ പിച്ച് ലെങ്ത് വരുന്നത്. ഈ ഡയമെൻഷൻ നമുക്ക് വരുന്നത് P-D ആണ്. കാരണം ഇത് D/2 ആണ്, ഇതും D/2 ആണ്. അങ്ങനെയാണെങ്കിൽ P-D/2 + D/2 അതാണ് P-D ആവുന്നത്. അങ്ങനെയാണെങ്കിൽ ഞാനിവിടെ ഒരു സെക്ഷൻ എടുക്കുകയാണ്. ഇതിൻ്റെ അകത്ത് നമുക്ക് സെക്ഷൻ എടുത്തു കഴിഞ്ഞാൽ ഈ ഡയമെൻഷൻ എന്ന് പറയുന്നത് P-Dയും ഈ ഡയമെൻഷൻ T ആണ് കിട്ടുക. നമ്മൾക്ക് എടുക്കേണ്ടത് ഈ ഏരിയ ആണ്. അപ്പോൾ ഏരിയ = P-D × T ആണ് വരിക. നമ്മളുടെ ഇക്വേഷൻ വരുന്നത് സ്ട്രെസ് = P/A ആണ്. വളരെ സിമ്പിളായിട്ട് P എന്ന് പറയുന്നത് P തന്നെ, പിന്നെ A എന്ന് പറയുന്നത് P-D/T ആണ്. ഞാൻ ഈ ലോഡിനെ PT ആണ് എടുക്കുന്നത്. കാരണം ഈ P എന്ന് പറയുന്നത് പിച്ചാണ്, ഇത് സ്മോൾ p ആണ്. അപ്പോൾ നമ്മളുടെ ഇക്വേഷൻ വരുന്നത് ഇങ്ങനെയാണ്. നമുക്ക് ഇക്വേഷൻസ് 3 എണ്ണമാണ് പഠിക്കേണ്ടത്. 3 എണ്ണവും ഏകദേശം സിമിലർ ആണ്. ഇതിനകത്ത് PS, PB, PT. PS എന്ന് പറയുന്നത് ഷിയറിൻ്റെ ആണ്, PB ബാരിങ് ആണ്, PT ടാരിങ്. ഒരു പ്രോബ്ലം സോൾവ് ചെയ്യുമ്പോൾ ഇതിൻ്റെ അകത്ത് 2 plates of thickness 12 mm are connected by a single riveted single cover butt joint ആണ്. റിവറ്റിൻ്റെ ഡയമീറ്റർ കൊടുത്തിട്ടുണ്ട്, അതേപോലെ പിച്ച് ലെങ്ത് കൊടുത്തിട്ടുണ്ട്. ഇതിനകത്ത് കണ്ടുപിടിക്കേണ്ടത് ബാരിങ് ആൻഡ് ടാരിങ് ലോഡാണ് കണ്ടുപിടിക്കേണ്ടത്. നമ്മൾ ക്വസ്റ്റ്യൻ വായിച്ചിട്ട് നമ്മൾ ഡ്രോയിങ് വരയ്ക്കുക. ഇവിടെ ഒരു പ്ലേറ്റിൽ സിംഗിൾ റിവറ്റ് ആണ് കേട്ടോ. നമുക്ക് 2 പ്ലേറ്റ് ആണ് കണക്ട് ചെയ്യുന്നത്. ഇവിടെ ഒരു പ്ലേറ്റ് ആണ് വരുന്നത്, ഒരു പ്ലേറ്റിൽ ഒരു റിവറ്റ് ആണ് വരുന്നത്. അതേപോലെ അടുത്ത പ്ലേറ്റിലും ഇതേപോലെ ഒരു റിവറ്റ് ആണ് വരുന്നത്. അപ്പോൾ സിംഗിൾ ആണ്. അതേപോലെ സിംഗിൾ കവറാണ് വരുന്നത്. അതിനുശേഷം പിച്ച് നമുക്ക് തന്നിട്ടുണ്ട് 100 mm ആണ്. ഇക്വേഷനിലേക്ക് ഡയറക്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. നമുക്ക് വരുന്നത് 2 ഇക്വേഷനാണ്. അതിൻ്റെ അകത്ത് N എന്ന് പറയുന്നത് 1 ആണ്, T എന്ന് പറയുന്നത് തിക്നെസ് ആണ്, തിക്നെസ് ഓഫ് പ്ലേറ്റ് ആണ്, 12 mm ആണ്. D എന്ന് പറയുന്നത് 20 ആണ്. ബാരിങ് സ്ട്രെസ് നമ്മൾ ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. ഇത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ആൻസർ കിട്ടും. അതേപോലെ ടയറിങ് സ്ട്രെസ്സും T ഇവിടെ അറിയാം, P അറിയാം, D അറിയാം. ടയറിങ് സ്ട്രെസ് തന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് PT കണ്ടുപിടിക്കാൻ പറ്റും, അതായത് മാക്സിമം ലോഡ് ഇറ്റ് ക്യാൻ ബെയർ. ഇക്വേഷൻ അറിയുകയാണെങ്കിൽ ജസ്റ്റ് സബ്സ്റ്റിറ്റ്യൂഷൻ ആണ്. ഇക്വേഷൻ മനസ്സിലാക്കിയിട്ട് പഠിക്കുക. ഇതിൻ്റെ ആൻസർ ചെയ്ത് കഴിഞ്ഞിട്ട് ചെക്ക് ചെയ്യുക. പ്ലേറ്റിൽ കണക്ഷൻ ചെയ്യാൻ വേണ്ടി റിവറ്റ് അല്ലെങ്കിൽ ബോൾട്ടിൻ്റെ ഹോൾ ഉണ്ടാക്കുമ്പോൾ ഇതിൻ്റെ എഫിഷ്യൻസി കുറയാണ്. എഫിഷ്യൻസി എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ലോഡ് ക്യാരിങ് കപ്പാസിറ്റി കുറയാണ്. കാരണം നമുക്ക് ഒരു സെക്ഷൻ എടുക്കുമ്പോൾ ഇവിടെ നമുക്ക് റെസിസ്റ്റ് ചെയ്യാൻ ഈ ഒരു ഏരിയയും ഈ ഒരു ഏരിയയും മാത്രമാണ് കിട്ടുന്നത്. ബാക്കി ഇവിടെ വേക്കൻ്റ് ആണ്. ഹോള് ഇല്ലാതെ ഒരു പ്ലേറ്റ് എടുത്തു കഴിഞ്ഞാൽ ഇതിൻ്റെ കപ്പാസിറ്റി കൂടുതലായിരിക്കും. കാരണം ഇവിടെ ഒരു സെക്ഷൻ എടുത്തു കഴിഞ്ഞാൽ നമ്മൾക്ക് ഏരിയ കൂടുതലാണ് കിട്ടുന്നത്. ഏരിയ കൂടുമ്പോൾ ലോഡ് ക്യാരിങ് കപ്പാസിറ്റിയും കൂടും. എഫിഷ്യൻസിൻ്റെ കോൺസെപ്റ്റ് മനസ്സിലാക്കാൻ വേണ്ടി
ഈ ഒരു പെർട്ടിക്കുലർ പ്ലേറ്റിന് 100 കിലോന്യൂട്ടൺ ലോഡ് എടുക്കാൻ പറ്റുമെന്ന് അസ്യൂം ചെയ്യുക. അതേ തിക്നെസ് കാര്യങ്ങളൊക്കെ ഉള്ള ഒരു പ്ലേറ്റിന് ഹോൾ ഉണ്ടെങ്കിൽ നമുക്ക് 75 കിലോന്യൂട്ടൺ എടുക്കാൻ പറ്റുമെന്ന് അസ്യൂം ചെയ്യുക. അങ്ങനെയാണെങ്കിൽ ഇതിൻ്റെ എഫിഷ്യൻസി വരുന്നത് 75/100 ആണ്. 75 എന്ന് പറയുന്നത് ഹോള് ഉണ്ടാക്കിയതിന് ശേഷം നമുക്ക് എത്ര ലോഡ് കപ്പാസിറ്റി കിട്ടും എന്നുള്ളതാണ്. 100 എന്ന് പറയുന്നത് അവിടെ ഹോൾ ഇല്ലെങ്കിൽ നമ്മൾക്ക് എത്ര ലോഡ് കപ്പാസിറ്റി കിട്ടും എന്നുള്ളതാണ്. അപ്പോൾ ഇതിൻ്റെ ആൻസർ വരുന്നത് 75% ആണ്. 75/100 75% ആണ്. ഇതിൻ്റെ മീനിങ് നമ്മൾക്ക് ഇവിടെ ഹോൾ ആക്കി കഴിഞ്ഞാൽ അതിൻ്റെ 75% ആണ് നമ്മൾക്ക് എഫിഷ്യൻസി കിട്ടുന്നത്. എഫിഷ്യൻസി കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഹോളില്ലാതെ ഒരു പ്ലേറ്റ് എടുക്കുക, ഒരു സെക്ഷൻ എടുക്കുക. ഈ സെക്ഷൻ വരുന്നത് ഈ ഏരിയ ആണ് നമ്മളുടെ ലോഡ് എടുക്കുന്നത്. ഈ ലെങ്ത് പിച്ചാണ് നമ്മളിവിടെ മാർക്ക് ചെയ്ത പോലെ. ഇത് തിക്നെസ് ആണ്. അങ്ങനെയാണെങ്കിൽ ഇവിടെ സ്ട്രെസ് എന്ന് പറയുന്നത് ക്യാപിറ്റൽ പി, അതായത് ലോഡ് ഡിവൈഡ് ബൈ ഏരിയ ആണ്. അപ്പോൾ സ്ട്രെസ് ഈസ് ഈക്വൽ ടു ക്യാപിറ്റൽ പി ഡിവൈഡ് ബൈ ഏരിയ എന്ന് പറയുന്നത് ഇതിൻ്റെ ഏരിയ ആണ്, അതായത് സ്മോൾ പി ഇൻറ്റു ടി ആണ്. ഇതിൽ ക്യാപിറ്റൽ പി എന്ന് പറയുന്നത് ലോഡും സ്മോൾ പി എന്ന് പറയുന്നത് പിച്ച് ലെങ്ത്തും ആണ്. അപ്പോൾ ഇതിൽ നിന്ന് ക്യാപിറ്റൽ പി എന്ന് പറയുന്നത് സിഗ്മ ഇൻറ്റു പി ഇൻറ്റു ടി ആണ്. അതാണ് നമ്മളുടെ ഈ ഇക്വേഷൻ വരുന്നത്. ഹോൾ ഇല്ലെങ്കിൽ നമ്മളുടെ പ്ലേറ്റിന് എത്ര ലോഡ് കപ്പാസിറ്റി ഉണ്ട് എന്നുള്ളതാണ് ഇക്വേഷൻ തരുന്നത്. അപ്പോൾ നമ്മളുടെ എഫിഷ്യൻസി എന്ന് പറയുന്നത് ഇതാണ് നമുക്ക് ഹോള് ഇല്ലാതെ കിട്ടുന്ന കപ്പാസിറ്റി. ഇത് 3 എണ്ണമാണ് നമ്മൾ പഠിച്ചിരിക്കുന്ന 3 ഇക്വേഷൻസ്. അതായത് ആദ്യം വരുന്നത് ഷിയർ ഫെയിലിയറിലാണ്, രണ്ടാമത് ബെയറിങ്, മൂന്നാമത് ടയറിങ്. ഇത് 3 കപ്പാസിറ്റി വ്യത്യസ്തമായിരിക്കും. ഈ വ്യത്യസ്തമായ 3 കപ്പാസിറ്റിയിൽ ഇതിൻ്റെ മിനിമം എടുക്കുക. അതായത് ഷിയർ സ്ട്രെസ്സിൽ നമ്മൾക്കൊരു 80 കിട്ടുകയാണ്, ബെയറിങ്ങിൽ ഒരു 85 കിട്ടുകയാണ്, ടയറിങ്ങിൽ ഒരു 90 കിട്ടുകയാണെങ്കിൽ നമ്മൾ 80 ആണ് എടുക്കുക. അപ്പോൾ 80 എടുത്തതിന് ശേഷം അതിൻ്റെ ടോട്ടൽ ഹോൾ ഇല്ലാതെ എത്ര എഫിഷ്യൻസി കിട്ടും നോക്കുക. ഇപ്പോൾ അത് 100 ആണെങ്കിൽ 80/100 ആയിരിക്കും നമ്മളുടെ ആൻസർ. അതായത് 80% ആയിരിക്കും അതിൻ്റെ എഫിഷ്യൻസി. നമുക്ക് ഒരു എക്സാമ്പിൾ കൂടി നോക്കാം. ഷിയർ കൊണ്ട് എനിക്ക് 80 കിലോന്യൂട്ടൺ ആണ് അതിൻ്റെ കപ്പാസിറ്റി കിട്ടുന്നത്, ഷിയറിൻ്റെ ഫെയിലിയർ മാക്സിമം നോക്കിയിട്ട്. അതേപോലെ ബാരിങ്ങിൻ്റെത് എനിക്ക് കിട്ടുന്നത് 90 ആണ്, ടയറിങ്ങിൻ്റെത് 95 ആണ്. ഇതിൻ്റെ മാക്സിമം എനിക്ക് ഹോൾ ഇല്ലാതെ കിട്ടുന്നത് 120 ആണെന്ന് വിചാരിക്കുക. 120 കിലോന്യൂട്ടൺ. ഇതൊക്കെ കിലോന്യൂട്ടൺ ആണ്. അങ്ങനെയാണെങ്കിൽ ഞാനിവിടെ ഇതിൻ്റെ മിനിമം എന്ന് പറയുന്നത് 80 കിലോന്യൂട്ടൺ ആണ്, ഇവിടെ 120 ആണ്. അപ്പോൾ നമുക്ക് ആൻസർ വരുന്നത് 80 ഡിവൈഡ് ബൈ 120 ആണ്. അതായത് 0.666 ആണ് ആൻസർ വരുന്നത്. അതിനെ പെർസെൻറ്റേജ് ആക്കാൻ വേണ്ടി 0.666നെ ഇൻറ്റു 100 ചെയ്യുക. അപ്പോൾ 66.66 ആണ് കിട്ടുന്നത്. 66.6 ആണ് പെർസെൻറ്റേജ് ആണ് ഇതിൻ്റെ എഫിഷ്യൻസി വരുന്നത്. നമ്മളിപ്പോൾ പറഞ്ഞത് ബ്രീഫായിട്ട് പറയുകയാണെങ്കിൽ അതിൻ്റെ ക്ലാസിഫിക്കേഷൻ പിന്നെ അതിൻ്റെ ഇക്വേഷൻസ് ആണ് നമ്മളിപ്പോൾ പഠിച്ചത്. ബേസ്ഡ് ഓൺ ദ അറേഞ്ച്മെൻറ്റ്സ് നമ്മൾ 2 ആയിട്ടാണ് തിരിച്ചിരിക്കുന്നത്, ലാപ്പ് ഓർ ബഡ് ജോയിൻറ്റ്സ്. പിന്നെ നമ്പർ ഓഫ് കവർ പ്ലേറ്റ്സിനെ കൊണ്ട് സിംഗിൾ സ്ട്രാപ്പ് അതേപോലെ ഡബിൾ സ്ട്രാപ്പ് എന്നുള്ള 2 കാറ്റഗറി ഉണ്ട്. പിന്നെ ബേസ്ഡ് ഓൺ നമ്പർ ഓഫ് ലൈൻസ് ഓഫ് റിവറ്റ്, അതായത് റോസ് ഓഫ് റിവറ്റിൽ സിംഗിൾ റിവറ്റ്, ഡബിൾ റിവറ്റ്, അത് കഴിഞ്ഞാൽ മൾട്ടിപ്പിൾ റിവറ്റ്, ചെയിൻ റിവറ്റ് എന്നൊക്കെ പറഞ്ഞ് പഠിച്ചിട്ടുണ്ട്. ബേസ്ഡ് ഓൺ അറേഞ്ച്മെന്റ്സ് ഓഫ് റിവറ്റ്സിൽ ചെയിൻ ടൈപ്പ് ഉണ്ട്, സിഗ്സാഗ് ഉണ്ട്. പിന്നെ എന്താണ് അഡ്വാൻറ്റേജസ് ഓഫ് റിവറ്റഡ് ജോയിൻസ്?
ഇത് നമുക്ക് നോൺ ഫെറസ് മെറ്റൽസിന് ഉപയോഗിക്കാം. അതേപോലെ ക്വാളിറ്റി ഇൻസ്പെക്ഷൻ ഓഫ് എ റിവറ്റഡ് ജോയിൻറ്റ് ഈസ് വെരി ലെസ് ആൻഡ് ചീപ്പ്. പിന്നെ ഇത് റിലയബിൾ ആണ്. പിന്നെ നമ്മൾ പറഞ്ഞ പോലെ ബോൾട്ട് ആണെങ്കിൽ നമുക്കത് ഡിസ്മാൻഡിൽ ചെയ്യാം, വെൽഡ് ആണെങ്കിൽ അത് പറ്റില്ല. പിന്നെ നമ്മളുടെ മെയിൻ സ്ട്രക്ചറൽ എലിമെൻസിനെ ഇത് ഹീറ്റ് ചെയ്യാതെ, അത് ഡാമേജ് ആവാതെ കണക്ഷൻ ചെയ്യാം. പക്ഷെ വെൽഡിങ്ങിൻ്റെ കേസിൽ നമ്മളുടെ സ്ട്രക്ചറൽ എലിമെൻറ്റ്സ് ഹീറ്റ് ആക്കുമ്പോൾ അവിടെ ഡാമേജ് വരാൻ സാധ്യതയുണ്ട്. പിന്നെ ഡിസഡ്വാൻറ്റേജ് ഓഫ് റിവറ്റഡ് ജോയിൻ്റ് ആണ്, ഇവിടെ ലേബർ കോസ്റ്റ് കുറച്ച് കൂടുതലാണ്. അതേപോലെ ഹോൾ ആക്കുമ്പോൾ നമ്മളുടെ പ്ലേറ്റ് അല്ലെങ്കിൽ നമ്മുടെ സ്ട്രക്ചറൽ മെമ്പേഴ്സ് വീക്ക് ആവാൻ സാധ്യതയുണ്ട്. പിന്നെ ഓവറോൾ കോസ്റ്റ് കൂടുതലാണ്. സ്ട്രെസ് എപ്പോഴും ഈ ഹോൾസിൻ്റെ അടുത്താണ് ഉണ്ടാവുക. ഓവറോൾ വെയിറ്റ് കൂടുതലാണ്, കാരണം നമ്മളുടെ പ്ലേറ്റിന് കൂടാതെ ബോൾട്ട്സും ഉണ്ടാവാറുണ്ട് അല്ലേ. അപ്പോൾ ഇതിൻ്റെയൊക്കെ വെയിറ്റ്സ് വരും. അതേപോലെ നമ്മൾ റിവറ്റ് ചെയ്യുമ്പോൾ നല്ലോണം നോയ്സ് ഉണ്ടാവാറുണ്ട്. അപ്പോൾ ഇതൊക്കെ അതിൻ്റെ ഡിസഡ്വാൻറ്റേജസ് ആണ്. മുകളിൽ പറഞ്ഞിരിക്കുന്ന അഡ്വാൻറ്റേജസ് ആണ്. പിന്നെ പറഞ്ഞിരിക്കുന്നത് ടൈപ്സ് ഓഫ് ഫെയിലിയേഴ്സ് ആണ്. അതിൻ്റെ അകത്ത് ആദ്യം നമ്മൾ പറഞ്ഞത് ഷിയർ ഫെയിലിയർ ആണ് ആദ്യം പറഞ്ഞിരിക്കുന്നത്, പിന്നെ ക്രഷിംഗ് ആണ്, പിന്നെ ടയറിംഗ് ആണ്. ഈ മൂന്നെണ്ണത്തിൻ്റെയും ഇക്വേഷൻസ് പഠിക്കണം, കാരണം പ്രോബ്ലംസ് അത് വെച്ചിട്ടാണ് ചെയ്യുക. അപ്ലിക്കേഷൻ ഓഫ് റിവറ്റഡ് ജോയിൻസിൽ ദീസ് ജോയിൻസ് ആർ മോസ്റ്റ് കോമൺലി യൂസ്ഡ് ഫോർ ഫാസ്റ്റനിങ് ഷീറ്റ്സ് ആൻഡ് ഷേപ്ഡ് റോൾഡ് മെറ്റൽസ്. പിന്നെ എയർക്രാഫ്റ്റിൻ്റെ കൺസ്ട്രക്ഷന് വേണ്ടി ഉപയോഗിക്കാറുണ്ട്. പിന്നെ നമ്മൾ മാനുഫാക്ചറിങ് ഓഫ് ബസ്, ട്രോളി ബസ് ബോഡീസ്, ഹെവി ലോഡിങ് ജോയിൻസിലൊക്കെ ഉപയോഗിക്കാറുണ്ട്. അതേപോലെ ഷിപ്സ്, ബോയിലേഴ്സിലൊക്കെ യൂസ് ചെയ്യാറുണ്ട്.